പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. നമസ്കാരം. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ലാസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇത്. യെസ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണം. സ്കൂളിൽ വിടാൻ നേരത്തെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അപ്പൊ മധുവിധു കേൾക്കുമ്പോ ഹണിമൂൺ എന്നാണല്ലോ. അല്ലെ, ഈ മൂവി കണ്ട മധുവിധു കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടാത്തവർക്കും കെട്ടാൻ തോന്നുവോ? എന്തിനാ പാവത്തിനെ പറഞ്ഞിളക്കി വിട്ടത്? അല്ല, ഇപ്പത്തെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ആരും കെട്ടുന്നില്ല. അപ്പം ഇത് കാണുമ്പോ തോന്നട്ടെ അല്ലേ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഓക്കെ, മധുവിധില് എന്താണ് ക്യാരക്ടർ? എന്താ അപ്പൊ കുടുംബകൽക്കാണോ? Why are you disturbing my peace? I'm very clear about it. This is wrong. അസീസയ്ക്ക് മധുവിധു ഒക്കെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. എന്നിട്ട് പ്രോഗ്രാം അങ്ങനെ സ്റ്റേജ് ഷോ തിരക്കാൻ വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഈ മധുവിധു പോയതില് ഏറ്റവും പോകാൻ പറ്റിയിട്ടുണ്ടോന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അന്ന് ഷർഫുക്കയുടെ അങ്ങനെയല്ല, ഷർഫുക്കയുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ് ആയിരുന്നു. ഇപ്പൊ മനസ്സിലായി. അറേഞ്ച് മാരേജ് ഒക്കെ വെക്കുമ്പോ കുറച്ച് നാണവും കുറച്ച് ഇതൊക്കെ ഉണ്ടാവൂല. അപ്പൊ ഷർഫുക്ക പെണ്ണ് കാണാൻ പോയപ്പോ അങ്ങനെ ബ്ലെസ്സിങ്ങോ? ഫസ്റ്റ് ടൈം ഇങ്ങനെ ചേച്ചിനെ കണ്ടപ്പോ ഉള്ള ഒരു മനസ്സിൽ വന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? സഞ്ജു ചേട്ടന്റെ ലവ് മാരേജ്. ഞാൻ ആകെ ഒരു പെണ്ണിനെ കണ്ടിട്ടുള്ളൂ, ഒരുപാട് പെണ്ണ് കാണാൻ പോയില്ല. ചിലപ്പോ എല്ലാരും കണ്ട ചിലപ്പോ എല്ലാരും എനിക്ക് ഇഷ്ടപ്പെടും. സ്വാഭാവികം. അതെന്താ അങ്ങനെ എല്ലാരും? ഞാൻ വെറുതെ പറഞ്ഞു. എങ്ങോട്ട് ഞാൻ നടന്നു എങ്ങട്ടെ എന്ന് ചോദിച്ചാണോ?